റയോപ്റ്റിക്സിലെ എട്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരൻറ്റ് ഡെപ്ത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫിസിക്സിൻ്റെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, റിഫ്രാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. അതിനകത്ത് ഈ സ്റ്റീൽ പാത്രത്തിൽ ഈ കല്ല് എടുത്തിട്ട് അതിനകത്ത് ഇപ്പം അത് കാണുന്നില്ല. ഇനി അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു മീഡിയം, വാട്ടറാണ് ഇവിടുത്തെ മീഡിയം, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നോക്കൂ, അടിയിൽ കിടക്കുന്ന കല്ല് എന്തായാലും മേലോട്ട് പൊങ്ങി വരില്ല, കാരണം ഡെൻസിറ്റി കൂടുതലാണ്. പക്ഷെ നോക്കൂ, ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പം ഈ കല്ല് നമുക്ക് കുറച്ച് മേലോട്ട് പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നില്ലേ? ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിയൽ ഡെപ്ത്. ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പാരൻറ്റ് ഡെപ്ത് ആണ്. അപ്പോൾ എഴുതി വെച്ചോളൂ, എന്താണ് അപ്പാരൻറ്റ് ഡെപ്ത്? ദ ഡെപ്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ ഡെൻസർ മീഡിയം ആസ് സീൻ ഫ്രം ദി റെയറർ മീഡിയം ഈസ് കോൾഡ് അപ്പാരൻറ്റ് ഡെപ്ത്. അപ്പാരൻറ്റ് ഡെപ്തിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതിന് നമുക്ക് ഒരു ഡയഗ്രം വേണം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഡയഗ്രം വരയ്ക്കുക. ഒരു ബീക്കറിൽ നോക്കൂ, ഒരു മീഡിയം, ഞാൻ ഇവിടെ വെള്ളം ആയിക്കോട്ടെ, വെള്ളം ഒരു മീഡിയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതിനകത്ത് ഒരു ഫിഷ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഫിഷിൻ്റെ പൊസിഷനെ ഞാനിപ്പം O എന്ന് മാർക്ക് ചെയ്യുകയാണ്. അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ഈ ദൂരത്തിനെ നമുക്ക് റിയൽ ഡെപ്ത്, ഇതാണ് ശരിക്കും ഈ മീൻ വെള്ളത്തിൻ്റെ ഈ സർഫസിൽ നിന്നും ഇത്ര അടിയിലാണ്, അതിനെ നമുക്ക് റിയൽ ഡെപ്ത്, അതായത് D എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഈ മീനിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് നേരെ മേലോട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ട്, റിഫ്രാക്ഷൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. നേരെ ഇങ്ങനെ പോകുമ്പം ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കില്ല, അത് നേരെ അങ്ങ് പോവുക ചെയ്യുക, അല്ലേ? എന്നാൽ നോക്കൂ, ഇങ്ങനെ ഒരു ലൈറ്റ് റേ എടുത്താൽ, ഇത് ആരോ മാർക്ക്, അതായത് ഡെൻസറിന്ന് റെയറിലേക്കാണ് പോകുന്നത്. എന്ത് സംഭവിക്കും? ഡെൻസറിന്ന് റെയറിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ബെൻഡ്സ് അവേ ഫ്രം ദ നോർമൽ, അല്ലേ? ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്യും. അപ്പോൾ ഒരാൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് തോന്നുക ഇത് ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നതാണോ ഒരു ഒബ്സർവർക്ക് തോന്നുക. അപ്പോൾ പിന്നെ ഇത് സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെ ഉള്ള ബെൻഡിങ് ഈ ഒബ്സർവർക്ക് ഫീൽ ചെയ്യില്ല. അയാൾക്ക് തോന്നുക ഇതേപോലെ അതങ്ങ് നേരെ ഇവിടുന്ന് വരുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ അയാൾ ഈ മീനിനെ, അല്ലെങ്കിൽ ഈ മീനിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ കാണും. അപ്പോൾ ഈ ഫിഷിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പാരൻറ്റ് പൊസിഷനാണ്. നമുക്കതിനെ O ഡാഷ് എന്ന് വിളിക്കാം. O എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ആണ്, ഫിഷാണ്. O ഡാഷ് എന്ന് പറഞ്ഞാലോ, അത് ഈ ഫിഷിൻ്റെ ഇമേജാണ്. തീർച്ചയായും ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഈ വാട്ടറിൻ്റെ ആക്ച്വൽ സർഫസ് നിന്ന് ഇപ്പോൾ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ഫിഷാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് D ഡാഷ് അഥവാ അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് വിളിക്കാം. ഇനി ഞാനിവിടെ ഒരു നോർമൽ വരയ്ക്കുകയാണ്. നോർമൽ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻസിഡൻറ്റ് റേയും നോർമലും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അടയാളപ്പെടുത്തൂ I. അതുപോലെ റിഫ്രാക്റ്റഡ് റേയും നോർമലും ആയിട്ടുള്ള ആംഗിൾ അടയാളപ്പെടുത്തൂ R. വേറൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം, അതായത് ഡോട്ടഡ് ആയിട്ടുള്ള ഈ ലൈന് അതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ള വേറൊരു ലൈനിലെ പാരലൽ ആണല്ലേ, അവിടേക്ക് നമ്മൾ ഇൻസിഡൻറ്റ് റേ വെച്ച് അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ഈ ആംഗിൾ നോക്കൂ, ഡയഗ്രത്തിൽ I അല്ലേ, അത് തന്നെയായിരിക്കും ഈ ആംഗിളും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ആംഗിൾ I തന്നെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ നോക്കൂ, ഇവിടെ റിഫ്രാക്റ്റഡ് റേ, ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുള്ള റിഫ്രാക്റ്റഡ് റേ ആണല്ലേ, ആ ബെൻഡ് ചെയ്ത റിഫ്രാക്റ്റഡ് റേ ഈ പാരലൽ വരണ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. മാത്സിൽ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഈ R അതേ ആംഗിൾ തന്നെ ആയിരിക്കും ഈ ആംഗിളും, കേട്ടോ. പിന്നെ നിങ്ങൾ 2 പോയിന്റ് മാർക്ക് ചെയ്യണം. A എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയും, അതുപോലെ ഈ പോയിന്റിനെ B എന്ന് മാർക്ക് ചെയ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടോ? ഒന്ന് OAB. അപ്പോൾ ഈ O എന്ന് പറയുന്നത് ഇവിടേക്ക് സങ്കല്പിച്ചാൽ മതി, കേട്ടോ. അതുപോലെ ഈ O ഡാഷ് എന്നുള്ളത് ഇതാ ഇവിടെയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ OAB എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും O'AB എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും നിങ്ങൾക്ക് കാണാം. അപ്പോൾ അടുത്ത ലൈനിൽ എഴുതി വെക്കുക,
ഇൻ ഫിഗർ ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒ എ ബി നമുക്ക് എഴുതാം സൈൻ ഐ ഈസ് ഈക്വൽ ടു, നോക്കൂ ഇവിടെ സൈൻ ഐ എന്താണ്, ഓപ്പോസിറ്റ് സൈഡായ എ ബി ബൈ ഹൈപ്പോട്ടനിസ് ആയ ഒ ബി. അപ്പോൾ എഴുതി വെക്കാം എ ബി ബൈ ഒ ബി. പക്ഷേ ഫോർ സ്മോൾ ആംഗിൾ നമുക്കറിയാം ബി എന്ന് പറഞ്ഞ പോയിന്റ് എനോട് വളരെ അടുത്താണ്. അതായത് ഈ പോയിന്റ് ഐ എന്നുള്ളത് സ്മോൾ ആംഗിൾ ആണെങ്കിൽ ബി എയോട് വളരെ അടുത്താണെങ്കിൽ നോക്കൂ ഒ ബി എന്ന ലൈനും അതുപോലെ ഒ ഡാഷ് എ എന്ന് പറഞ്ഞ ലൈനും എന്തായിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എഴുതാം സൈൻ ഐ ഈസ് ഈക്വൽ ടു എന്താ വരിക, എ ബി ബൈ ഒ ബിക്ക് പകരം നമുക്ക് ഒ എ എന്ന് എഴുതാം അല്ലേ. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒ ഡാഷ് എ ബി ആണെങ്കിലോ, ഇതിനകത്ത് ഒ ഡാഷ് എ ബി ഇതാ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ. അതിനകത്ത് സൈൻ ആർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡായ എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിസ് ആയ ഒ ഡാഷ് ബി ആണ്. അപ്പോൾ സൈൻ ആർ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡായ എ ബി ബൈ ഹൈപ്പോട്ടനിസ് ആയിട്ടുള്ള ഒ ഡാഷ് ബി. നേരത്തെ പോലെ തന്നെ ഫോർ സ്മോൾ ആംഗിൾ ആർ വളരെ സ്മോൾ ആണെങ്കിൽ ബി എയോട് വളരെ അടുത്തായിരിക്കും. അപ്പോൾ ഒ ഡാഷ് ബിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, അപ്രോക്സിമേറ്റ്ലി അതിനെ ഒ ഡാഷ് എ എന്നും എടുക്കാം. അപ്പോൾ എഴുതി വെച്ചോളൂ ഫോർ സ്മോൾ ആംഗിൾ ഒ ഡാഷ് ബി ഈസ് അപ്രോക്സിമേറ്റ്ലി ഒ ഡാഷ് എ. അപ്പോൾ നമുക്കിതിനെ എന്ത് എഴുതാം, സൈൻ ആർ ഈസ് ഈക്വൽ ടു എ ബിക്ക് മാറ്റമില്ല ഡിവൈഡഡ് ബൈ ഒ ഡാഷ് ബിക്ക് പകരം നമുക്ക് എഴുതാം ഒ ഡാഷ് എ. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഇനി ബൈ സ്നെൽസ് ലോ നമുക്ക് സ്നെൽസ് ലോ അറിയാം. എന്താണത്, N21 ഈസ് ഈക്വൽ ടു ഏത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ കാണുന്നത് ആ മീഡിയത്തിൽ ആംഗിൾ ആദ്യം എടുക്കരുത്. അപ്പോൾ നമുക്ക് ഈ മീഡിയത്തിനെ 1 എന്നും ഇതിനകത്തുള്ള മീഡിയത്തെ നമുക്ക് 2 എന്നും വിളിച്ചാൽ N21 കാണുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് മീഡിയം 1 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മീഡിയത്തിലെ ആംഗിൾ ഐ ആണ്, അത് എടുക്കുന്നില്ല, ആദ്യം നമ്മൾ ആർ എടുക്കുന്നു. അപ്പോൾ N21 ഈസ് ഈക്വൽ ടു സൈൻ ആർ ബൈ സൈൻ ഐ. നോക്കൂ ഇവിടെ നമുക്ക് സൈൻ ആറിനും സൈൻ ഐക്കും വാല്യൂ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, N21 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും N21 ഈസ് ഈക്വൽ ടു സൈൻ ആറിന് പകരം നമുക്ക് കൊടുക്കാം എ ബി ബൈ ഒ ഡാഷ് എ ഡിവൈഡഡ് ബൈ സൈൻ ഐക്ക് പകരം നമുക്ക് കൊടുക്കാം എ ബി ബൈ ഒ എ. തീർച്ചയായും എ ബിയും നമുക്ക് വെട്ടാം. നമുക്ക് എന്ത് കിട്ടും, N21 ഈസ് ഈക്വൽ ടു ഈ ഒ എ മേലെ പോവും അല്ലേ, ഒ എ ബൈ ഒ ഡാഷ് എ. അപ്പം എന്താണത്, ഒ എ ബൈ ഒ ഡാഷ് എ. എന്താണ് ഒ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ റിയൽ ഡെപ്ത്, ഒ ഡാഷ് എ എന്താണ് അപ്പാരന്റ് ഡെപ്ത്. അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം N21 ഈസ് ഈക്വൽ ടു ഒ എക്ക് പകരം നമുക്ക് റിയൽ ഡെപ്തായ ഡി കൊടുക്കാം, ഒ ഡാഷ് എക്ക് പകരം നമുക്ക് അപ്പാരന്റ് ഡെപ്തായ ഡി ഡാഷ് കൊടുക്കാം. അല്ലെങ്കിൽ എഴുതാം ഡി ഡാഷ് ഈസ് ഈക്വൽ ടു ഡി ബൈ N21 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഡി ഡാഷ് എന്ന് വെച്ചാൽ അപ്പാരന്റ് ഡെപ്ത് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡി എന്ന് വെച്ചാൽ റിയൽ ഡെപ്ത് ബൈ N21 എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഇൻസൈഡ് ദ ബീക്കർ അല്ലേ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. ഇവിടെ സൈഡിൽ നിങ്ങൾ ഗ്രീൻ കളറിലെ മഷി കൊണ്ട് എഴുതി വെക്കണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് അപ്പാരന്റ് ഡെപ്ത് കുറയും. അപ്പാരന്റ് ഡെപ്ത് കുറയാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ കാണുന്ന അടി കിടക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കൂടുതൽ പൊങ്ങുന്നാണോ അല്ലെങ്കിൽ താഴോട്ട് താഴുന്നാണോ. അപ്പാരന്റ് ഡെപ്ത് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഡാഷ് കുറയാന്നാണ്. ഡി ഡാഷ് കുറയണമെങ്കിൽ ഈ ഫിഷിൻ്റെ ഇമേജ് ആയ ഒ ഡാഷ് കുറച്ചുകൂടി മേലോട്ട് പൊങ്ങണം. അപ്പോൾ ഈ ഇക്വേഷൻ്റെ മീനിങ് മനസ്സിലായല്ലോ. അപ്പാരന്റ് ഡെപ്ത് റിയൽ ഡെപ്ത് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഇൻസൈഡ് ടാങ്ക് അല്ലെങ്കിൽ ബീക്കർ ഇൻക്രീസസ്, അപ്പാരന്റ് ഡെപ്ത് ഡിക്രീസസ്. ഇനി നമുക്ക് അപ്പാരന്റ് ഷിഫ്റ്റ് നോക്കാം. അപ്പാരന്റ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ, അതായത് ഈ ഫിഷ് എത്ര മേലോട്ട് പൊങ്ങി എന്നുള്ളതിനെയാണ് നമ്മൾ അപ്പാരന്റ് ഷിഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ നിങ്ങളുടെ ഡയഗ്രത്തിൽ നമുക്കിതിനെ അപ്പാരന്റ് ഷിഫ്റ്റ് എസ് എന്ന് എഴുതാം. എങ്ങനെ കണ്ടുപിടിക്കാം നോക്കൂ, ഡി എന്നാൽ റിയൽ ഡെപ്ത് ആണ്. ആ റിയൽ ഡെപ്തിൽ നിന്നും ഡി ഡാഷ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ബാക്കിയാണ് ഈ ഷിഫ്റ്റ്.
അപ്പോൾ എഴുതി വെക്കാം, അപ്പാരൻറ്റ് ഷിഫ്റ്റ് എസ് ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ഡാഷ്. ബട്ട് ഓൾറെഡി നമുക്ക് ഡി ഡാഷ് എന്താണെന്ന് മനസ്സിലായി. എന്തായിരുന്നു അത്? ഡി ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ? അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എസ് ഇസ് ഈക്വൽ ടു ഡി കോമൺ ആണ്. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ ദ റിമൈനിങ്സ് ആർ 1 മൈനസ് 1 ബൈ n to 1. അപ്പോൾ എത്ര മേലോട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമ്മൾ കാണുന്നത് എന്നുള്ള ആ ഡിസ്റ്റൻസിൻ്റെ പേരാണ് അപ്പാരൻറ്റ് ഷിഫ്റ്റ്. അത് കാണാനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. എ ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ടു എ ഹൈറ്റ് ഓഫ് 12.5 centimeter. The apparent depth of the needle lying at the bottom of the tank is measured by a microscope to be 9.4 centimeter. അപ്പോൾ റിയൽ ഡെപ്തും തന്നിട്ടുണ്ട്, അപ്പാരൻറ്റ് ഡെപ്തും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ? അപ്പോൾ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് ഭാഗത്തോട് ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് വാട്ടർ ഇസ് റീപ്ലേസ്ഡ് ബൈ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.63 up to the same height, by what distance would the microscope have to be moved to focus on the needle again? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക? ഇത് NCERT പ്രോബ്ലമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഡയഗ്രാം തന്നെ എടുക്കാം. ഇതിനകത്ത് തന്നിട്ടുണ്ട്, റിയൽ ഡെപ്ത് തന്നിട്ടുണ്ട് 12.5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ അപ്പാരൻറ്റ് ഡെപ്ത് തന്നിട്ടുണ്ട് 9.4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ മൈക്രോസ്കോപ്പിന് പകരം ഞാൻ ഈ ഐ തന്നെ എടുക്കാം. അപ്പോൾ ഓൾറെഡി ഒബ്ജക്റ്റ് 12.5-ലായിരുന്നു വെച്ചത്, പക്ഷേ ഇപ്പോൾ അത് ഈ ഒരു അപ്പാരൻറ്റ് ഡെപ്ത് 9.4-ലാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയുന്ന ഇക്വേഷൻ അപ്പാരൻറ്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ വാട്ടർ ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ആയ ഡി ബൈ ഡി ഡാഷ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. 12.5 ബൈ 9.4. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.329, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്കത് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.33 എന്ന് കിട്ടും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.63 ഉള്ള ഒരു മീഡിയം നമ്മൾ ഇതേ നീഡിലിൻ്റെ പൊസിഷൻ മാറ്റാതെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പ് എത്ര അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം. അപ്പാരൻറ്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള ഇക്വേഷന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം അപ്പാരൻറ്റ് ഡെപ്ത് കണ്ടുപിടിക്കാം. അപ്പാരൻറ്റ് ഡെപ്ത് ഡി ഡാഷ് ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ഡി ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മളിപ്പോൾ എത്രയാണ് ഫില്ല് ചെയ്തതെന്ന് വെച്ചാൽ അത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? റിയൽ ഡെപ്ത് 12.5 എന്ന് നമുക്കറിയാം, ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.63, വിച്ച് ഇസ് ഈക്വൽ ടു 7.668. പക്ഷേ അപ്പാരൻറ്റ് ഡെപ്ത് കാണാനല്ല നമ്മളോട് പറഞ്ഞത്, എത്ര നമുക്ക് ആ മൈക്രോസ്കോപ്പ് ഇനിയും ഫോക്കസ് ചെയ്യും. ഇപ്പം നമുക്ക് നേരത്തെ കിട്ടിയ പോലെയല്ല, ഇപ്പം മാറ്റമുണ്ട് അല്ലേ, നമുക്ക് അപ്പാരൻറ്റ് ഡെപ്ത് കിട്ടിയത്. അപ്പോൾ ഇമേജിൻ്റെ പൊസിഷനിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇതിനെ കിട്ടണമെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ കിട്ടും? ആദ്യം ഇവിടെ ആയിരുന്നു ഒബ്ജക്റ്റ് വെച്ചത്, നമുക്ക് കിട്ടിയത് ഇമേജ് ഇവിടെ ആയിരുന്നു. അപ്പം ഈ കാണിച്ചിരിക്കുന്നതായിരുന്നു പൊസിഷൻ ഓഫ് മൈക്രോസ്കോപ്പ് അല്ലേ. എന്നാൽ ഇപ്പോൾ നമുക്ക് 9.4-ന് പകരം നമുക്ക് എത്ര കിട്ടിയത്? 7 something ആണ്. അപ്പം നമുക്ക് കുറച്ച് ഇങ്ങോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പ് എന്ത് ചെയ്യണം? ഇത്രയും മേലോട്ട് കുറച്ചുകൂടി എന്ത് ചെയ്യണം? മൈക്രോസ്കോപ്പ് കുറച്ചും കൂടി താഴ്ത്തണം. അപ്പം മാത്രമേ നമുക്ക് ഇതിനെ ഇവിടെയുള്ള ഇമേജിനെ ഫോക്കസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം 9.4 മൈനസ് 7.668. ഇത് ചെയ്താൽ കിട്ടുന്നത് 1.73 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനും 1.73 ചേഞ്ച് ചെയ്താലാണ് ഇനി നമുക്ക് പുതിയ ഇമേജിനെ ഈ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്കാണ്. എ ഗ്ലാസ് ബ്ലോക്ക് 3 centimeter thick is placed over a stamp. Calculate the apparent depth of the stamp. Refractive index of glass is 1.54.
പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സ്റ്റാമ്പ് അതിൻ്റെ മേലെ നമ്മൾ എന്ത് വെച്ചിരിക്കുന്നു എന്നാണ്, ഒരു ഗ്ലാസ് സ്ലാബ് വെച്ചിരിക്കുന്നു. അതിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട് അല്ലേ, ഇങ്ങനെയാണ് ആ ഗ്ലാസ് സ്ലാബ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ശരിക്കും റിയൽ ഡെപ്ത് ആണ് ഇവിടെ നമുക്ക് എന്തായിട്ട് തന്നിട്ടുള്ളത്, 3 സെൻറ്റിമീറ്റർ. എഴുതി വെക്കട്ടെ, ഹിൻ്റ് എഴുതി വെക്കുക. റിയൽ ഡെപ്ത് 3 സെൻറ്റിമീറ്റർ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.54 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇത് എത്ര മേലോട്ട് പൊങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അപ്പാരൻറ്റ് ഡെപ്ത് ഓഫ് ദ സ്റ്റാമ്പാണ് കാണേണ്ടത്. ഇനി ഹോംവർക്ക്, രണ്ടാമത്തെ ഹോംവർക്കാണ്. എ കോയിൻ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡെപ്ത് ഓഫ് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, റിയൽ ഡെപ്ത് തന്നിട്ടുണ്ട്. ബീക്കറിൽ വാട്ടറാണ് നിറച്ചിട്ടുള്ളത്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ 4/3 എന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ത്രൂ വിച്ച് ദ ഇമേജ് ഓഫ് ദ കോയിൻ ഈസ് റേസ്ഡ്. അപ്പോൾ ഇവിടെ അപ്പാരൻറ്റ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാനല്ല കേട്ടോ പറഞ്ഞത്, പകരം എത്രയാണ് അത് മേലോട്ട് ഷിഫ്റ്റ് ആയതെന്നാണ്. അപ്പോൾ അപ്പാരൻറ്റ് ഷിഫ്റ്റാണ് ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.